തലസ്ഥാനത്തേക്കാണ്. തലസ്ഥാനത്ത് ബാലരാമപുരം മഹാദേവ ക്ഷേത്രം താഴിട്ട് പൂട്ടിയ സംഭവത്തിൽ നെയ്യാറ്റിൻകര നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ്. നഗരസഭാ സെക്രട്ടറിയുടെ നടപടി ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളോട് വെല്ലുവിളിയാണ്. ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ നാളെ നെയ്യാറ്റിൻകര നഗരസഭയ്ക്ക് മുന്നിൽ മാർച്ചും ധർണയും നടത്തും. വിവരങ്ങളുമായി വീണ്ടും നമ്മുടെ പ്രതിനിധി വീണ ചേരുന്നുണ്ട്. വീണ, എന്തായാലും ആ ഒരു SDPI ഭീകരരുടെ ആ പരാതിയിലാണ് നഗരസഭ ചടുലമായൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പറയാതെ വയ്യ SDPI ഭീകരതയ്ക്ക് കുട പിടിക്കുന്ന ഒരു സർക്കാരും നഗരസഭയുമായി പോയി നമ്മുടെ സംസ്ഥാനത്തിലുള്ളത്. എന്തായാലും ഹൈന്ദവ സംഘടനകൾ എങ്ങനെയാണ് ഇതിനെതിരെ പ്രതിഷേധിക്കുക? ഈ പ്രതിഷേധം ഫലം കാണുമോ വീണ? തീർച്ചയായും അശ്വതി, ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം. കാരണം നഗരസഭയുടെയും SDPIക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ആചാര സംരക്ഷണത്തിനും വിശ്വാസത്തിനുമെതിരെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നഗരസഭയും ഒപ്പം തന്നെ SDPIയും മുന്നോട്ട് പോകുമ്പോൾ വിശ്വാസി സമൂഹത്തിന്റെ വാക്കുകളൊന്നും കേൾക്കാൻ തന്നെ നഗരസഭ തയ്യാറായിട്ടില്ല. ഏകപക്ഷീയമായി SDPIയുടെ പരാതിയിലാണ് ഇത്തരത്തിലുള്ള പൊള്ളയായ ആരോപണങ്ങൾ നിരത്തിക്കൊണ്ട്, അതായത് ആചാരങ്ങളെയൊക്കെയും ഒപ്പം തന്നെ വിശ്വാസികളുടെയൊക്കെ മാനസികാവസ്ഥയെ മനസ്സിലാകാതെ അവരുടെ വിശ്വാസത്തെ കണക്കിലെടുക്കാതെ ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു നോട്ടീസ് പതിപ്പിച്ചപ്പോൾ തന്നെ പരിസരവാസികളും ഒപ്പം തന്നെ വിശ്വാസികളും ഹൈന്ദവ സമൂഹവും ഹൈന്ദവ സംഘടനയും ഒക്കെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഏറെ ഭക്തരെത്തുന്ന വർഷങ്ങൾ പഴക്കമുള്ള പരമ്പരാഗത രീതിയിൽ ആചാരം പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ബാലരാമപുരത്തെ ഈ ഒരു ക്ഷേത്രം. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള അവകാശവാദങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ആരോപണങ്ങൾ SDPI അടക്കം ഉയർത്തുന്നുണ്ടെങ്കിൽ പോലും നഗരസഭയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ അന്വേഷണം ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള എടുത്തു ചാടിയുള്ള ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള വിമർശനം കൂടി ഉയരുകയാണ്. നാം കണ്ടതാണ് ആ അമ്മമാരൊക്കെ ആ ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് കരയുന്ന ഒരു കാഴ്ച. ആ ഭക്തരുടെ നെഞ്ചത്ത് ചവിട്ടിയാണ് ഈ നഗരസഭ ഇത്തരത്തിലുള്ള ഒരു നീക്കം, അതും SDPI പ്രവർത്തകർക്ക് വേണ്ടി നടത്തിയത്. SDPIയുടെ വോട്ട് ബാങ്ക് അല്ലെങ്കിൽ അത് മാത്രം ലക്ഷ്യം വെച്ചായിരിക്കണം ഒരുപക്ഷെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കടന്നത്. തീർച്ചയായും അത് തന്നെയാണ് അശ്വതി. ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പൊക്കെ അടുത്തത് കൊണ്ട് തന്നെ വോട്ട് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അത്തരത്തിലുള്ള പ്രവർത്തനം തന്നെയാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. വിശ്വാസി സമൂഹത്തിന്റെ വാക്കുകളോ അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകളുടെ ആചാരം സംരക്ഷിക്കുവാനോ തരത്തിലുള്ള യാതൊരുവിധ നടപടിയും ഈ നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള നിലപാടുകളും തെളിവുകളും അടക്കം ക്ഷേത്ര അധികാരികളടക്കം നൽകിയെങ്കിൽ പോലും നഗരസഭ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു ദുർവാശിയായി മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുവാനും ആഞ്ഞടിക്കുവാനും തന്നെയാണ് ഹൈന്ദവ വിശ്വാസികളുടെയും ഹൈന്ദവ സംഘടനകളുടെയും തീരുമാനം. വർഷങ്ങളായി പരമ്പരാഗത തങ്ങൾ വിശ്വസിക്കുന്ന, തങ്ങൾ ആരാധിക്കുന്ന ആരാധനാലയത്തിന് നില ഇത്തരത്തിൽ അവകാശങ്ങളെ, ആരാധന സ്വാതന്ത്ര്യത്തെയും ഹൈന്ദവ സമൂഹത്തെയും ഒന്നാകെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഏകപക്ഷീയമായ തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ഹൈന്ദവ സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. നഗരസഭാ സെക്രട്ടറിക്കെതിരെയും അതുപോലെ തന്നെ നഗരസഭയ്ക്കെതിരെയും ശക്തമായ പ്രതിഷേധമാണ് നാളെ നടക്കുക. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഭക്തജനങ്ങളും ഒപ്പം തന്നെ ഹൈന്ദവ സംഘടനാ വിശ്വാസികളും അംഗങ്ങളും ഒക്കെ ആയിരിക്കും നാളെ നടക്കുന്ന പ്രതിഷേധത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. വികാരപരമായിട്ടുള്ള കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ. ജനജീവി തത്സമയം അത് പ്രേക്ഷകരിൽ എത്തിച്ചതുമാണ്. ആചാര സംരക്ഷണം എന്നൊക്കെ, ആചാര സംരക്ഷണവും വിശ്വാസികൾക്ക് ഒപ്പമാണെന്നൊക്കെ വെല്ലുവിളി നടത്തുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ ഇടതാണ്. അതും തിരുവനന്തപുരം ജില്ലയിലാണ് ഇത്തരത്തിലുള്ള SDPIക്ക് കുട പിടിക്കുന്ന തരത്തിലുള്ള സമീപനങ്ങൾ നഗരസഭയും ഇടതുമുന്നണിയും ഒക്കെ സ്വീകരിക്കുന്നത്. ആചാര സംരക്ഷണം എന്ന വാക്കുകളിൽ മാത്രം പറയുകയും വോട്ട് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുകയും കാര്യത്തോടെടുക്കുമ്പോൾ ആ തീരുമാനങ്ങളിൽ ഏകപക്ഷീയമായി ചില മറ്റ് ഗൂഢലക്ഷ്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള നടപടിക്രമങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു നഗരസഭയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള ഒരു ആരോപണം വരുമ്പോൾ SDPIയുടെ ഭാഗം മാത്രം കേൾക്കുന്നു. ഹൈന്ദവ സംഘടനയും ഹൈന്ദവ സമൂഹത്തെയും സംരക്ഷിക്കുന്ന ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല അശ്വതി. എന്തായാലും ശക്തമായ പ്രതിഷേധമായിരിക്കും നാളെ നടക്കുക. ഇതുമായി ബന്ധപ്പെട്ട ആചാര ലംഘനത്തെയും ഒപ്പം തന്നെ ഭക്തരുടെ വിശ്വാസത്തെയും അതുപോലെ തന്നെ അമ്പലത്തിൽ കയറില്ലെന്നുള്ള ഇത്തരത്തിലുള്ള വാദങ്ങളെയും ഒന്നും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് നഗരസഭയ്ക്കെതിരെയും സെക്രട്ടറിക്കെതിരെയും തീരുമാനം പിൻവലിക്കുന്നതുവരെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഹൈന്ദവ സംഘടനകളുടെയും വിശ്വാസികളുടെയും തീരുമാനം.